തെരഞ്ഞെടുപ്പായാലും തെരഞ്ഞെടുപ്പല്ലെങ്കിലും ഈ വിഷയം സത്യസന്ധമാണെങ്കിൽ ആ കേസ് എടുത്തേ പറ്റൂ. ശ്രീത്തത്തെ പരസ്യമായിട്ട് അപമാനിക്കും. അയാൾ ഇപ്പോഴും പറഞ്ഞില്ല അയാളുടെ വോയിസ് അയാളതല്ല, അയാൾ പറയുന്നില്ല. അയാൾ നിരപരാധിയാണെങ്കിൽ അയാൾ കോടതി പോയി തെളിയിക്കണം. കേസെടുക്കുന്നതിൽ രാഷ്ട്രീയമില്ല. തെറ്റ് ചെയ്തതിന്റെ പേരിൽ നടപടി എടുക്കല് സാധാരണമായിട്ടുള്ളൊരു ഇതാണ്. ഇവിടെ അതിനെക്കാട്ടിയും വലിയ തെറ്റ് ചെയ്ത ആളുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പുറപ്പുറത്ത്. ഇതിലൊന്നും ഒരു ഇടതുപക്ഷക്കാരോ ഒരു കംപ്ലൈന്റ് രാഹുലിനെതിരായിട്ട് ചെയ്തിട്ടില്ല. ഇത് മുഴുവൻ ചെയ്തത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇയാൾ ഒരു MLA കൂടിയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അയാൾ രാജിവെക്കാണ് ചെയ്യേണ്ടത്. ഒരു മനുഷ്യന്റെ വികാര വിചാരങ്ങൾക്ക് ഉള്ളിലുള്ള സാധനമാണ് അത്. ചില ആളുകൾ പുറത്ത് കാണിക്കും, ചില ആളുകൾ രാത്രി രഹസ്യമായിട്ട് പോയി കാണിക്കും. CPM-ന്റെ മുതിർന്ന 4 നേതാക്കന്മാരാണ് ജയിലിലേക്ക് പോയിരിക്കുന്നത്. അത് മറക്കാൻ ജനങ്ങളുടെ ഇടയിലേക്കാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. കോൺഗ്രസ് ശിഥിലായി പോയി, അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും നമ്മുടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം അതിജീവിതയായ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഈ ഒരു വിഷയത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു വലിയ വിഭാഗം പറയുന്നു ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും പൊട്ടിമുളച്ചു വന്നൊരു വാർത്തയാണ് എന്നുള്ളത്. എന്നാൽ മറ്റൊരു വിഭാഗം ഇത് അങ്ങനെയല്ല, ഇതിന് ജെനുവിനായൊരു കേസാണ് എന്നുള്ള വലിയ ഒരു വാദവും ഉയരുന്നുണ്ട്. എന്ത് തന്നെയല്ല, നമ്മളിപ്പോൾ കോഴിക്കോട്ടെ ജനങ്ങളുടെ അഭിപ്രായം തേടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ കോഴിക്കോട്ടെ ജനങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതുന്നു? ഇല്ല, രാഷ്ട്രീയ പ്രേരിതമല്ല. അങ്ങനെ പറയാൻ കാരണം അയാൾ ചെയ്ത് തന്നി എന്താ പറയാ, കേരള സമയമല്ല നമ്മുടെ രാജ്യത്ത് ഒരു നീതിന്യായ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്നൊരു പോക്കാണത്. ശ്രീത്തത്തെ പരസ്യമായിട്ട് അപമാനിക്കും. അയാൾ ഇപ്പോഴും പറഞ്ഞില്ല അയാളുടെ വോയിസ് അയാളതല്ല, അയാൾ പറയുന്നില്ല. അതന്നെ കാരണം. ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് തുറന്നു പറയല്ല, എന്റെ ശബ്ദമല്ല എന്ന് പറയാലോ. ഇതുവരെ ഇന്നേ ഒരാൾ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ശിക്ഷിക്കപ്പെടണം, തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. തെരഞ്ഞെടുപ്പായാലും തെരഞ്ഞെടുപ്പല്ലെങ്കിലും ഈ വിഷയം അത് സത്യസന്ധമാണെങ്കിൽ ആ കേസ് എടുത്തേ പറ്റൂ. സത്യസന്ധമാണെങ്കിൽ, കാരണം രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ പല വേലകളും ഇറക്കുന്നതാണ്. അപ്പോൾ അത് സത്യസന്ധമാണെങ്കിൽ അത് എടുത്തേ പറ്റൂ. അയാൾ നിരപരാധിയാണെങ്കിൽ അയാൾ കോടതി പോയി തെളിയിക്കണം. അല്ലാതെ നിരപരാധിയായ ഒരാളെ വെറുതെ ക്രൂശിക്കാനും പാടില്ല. അയാൾ കോടതി പോയി തെളിയിക്കട്ടെ. രാജിവെക്കേണ്ട അഭിപ്രായം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കണം. അല്ലാതെ ഞാനോ നിങ്ങളോ അത് പറഞ്ഞുകൊണ്ട് ഒന്നും നടക്കും. പൊതുജന അത് ആരോപണം തെളിയിക്കപ്പെട്ടാലേ ഒരാള് എന്താവുള്ളൂ, ഒരു കുറ്റവാളിയാവുള്ളൂ. കോടതി ആണ് പരമപ്രധാനം. കോടതിയിൽ അത് എന്ത് ചെയ്യണം? തെളിയിക്കപ്പെടണം. തെളിയിക്കപ്പെടാതെ കോടതിയിൽ തെളിയിക്കപ്പെടാതെ ഒരാൾ കുറ്റവാളിയാവില്ല. അതിനകത്തിപ്പം രാഷ്ട്രീയം ഇല്ലാന്ന്, അതായത് പരാതിയിൽ രാഷ്ട്രീയം ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ രാജി വെക്കണമെന്നുള്ള കോടതിയാണ് തീരുമാനിക്കാൻ ചെയ്യേണ്ടത്. കോടതി തീരുമാനിക്കുക. കോടതിക്കാണ് പരമപ്രധാനം. കോടതി ജനാധിപത്യത്തിൽ കോടതി ആണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് അവകാശം. പക്ഷെ നമ്മളെ പ്രൊസീജിയർ വെച്ച് നോക്കാന്ന് വെച്ചാല് കോടതിയാണ് നമ്മളെ അവസാന വാക്ക്. കോടതി തീരുമാനിച്ചാലല്ലേ. ഞാനിപ്പോ ഒരു പോക്കറ്റടിക്കാനാണ് എന്ന് പറഞ്ഞ് കോടതി നമ്മൾ പോണ്ടേ? അതിന് നമുക്ക് തള്ളാൻ പറ്റില്ലല്ലോ. അപ്പൊ കോടതി അയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അയാൾക്ക് അതിനുള്ളിൽ പോവാ. അത് ജനാധിപത്യ രീതിയിൽ പോകണം. അതുവരെ അയാളെ ക്രൂശിക്കാൻ പാടില്ല. ക്രൂശിക്കാന്ന് പറഞ്ഞാല് ഇവിടെ അതിനെക്കാട്ടിയും വലിയ തെറ്റ് ചെയ്ത ആളുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പുറപ്പുറത്ത്. നമുക്ക് ചൂണ്ടിക്കാണിക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ആളുകൾ. ഇത് മനുഷ്യ സഹജമാണ്. ഇതൊക്കെ മനുഷ്യ സഹജം. മനുഷ്യനുണ്ടാവണ വികാര വിചാരങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള സാധനമാണ് ഇതൊക്കെ, അല്ലേ? ഒരു മനുഷ്യനുണ്ടാവുന്ന വികാര വിചാരങ്ങളാണ് ഇതൊക്കെ. ലൈംഗികപരമായിട്ടും ഇതെല്ലാം സാമ്പത്തികം, ഇതൊക്കെ ഒരു മനുഷ്യന്റെ വികാര വിചാരങ്ങൾക്ക് ഉള്ളിലുള്ള സാധനമാണ്. അത് ചില ആളുകൾ പുറത്ത് കാണിക്കും, ചില ആളുകൾ രാത്രി രഹസ്യമായിട്ട് പോയി കാണിക്കും. ഇയാള് പരസ്യമായിട്ട് കാണിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ പരസ്യമാണ് രഹസ്യമാണെങ്കിലും കോടതി അത് തെറ്റാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ശിക്ഷിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലെ ഇത്രയായിട്ട് ഇപ്പൊ കേസ് വന്നിരിക്കുകയാണല്ലോ, അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് തീർച്ചയായിട്ടും കേസെടുക്കേണ്ടത് തന്നെയാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാല് ജനകീയ കാര്യങ്ങൾ ഇടപെടുന്ന ആളാണ്. അപ്പൊ ഇതും ജനകീയമാക്കി ചെയ്തത് തെറ്റായി പോയി എന്നാണ് എന്റെ അഭിപ്രായം. രാഹുലിനെതിരായിട്ടുള്ള കേസെടുത്തിൽ രാഷ്ട്രീയം ഒന്നും ഇല്ല എന്നുള്ളത് അല്ല, രാഷ്ട്രീയം ഇല്ലല്ല. അത് കേസെടുക്കുന്നതിൽ രാഷ്ട്രീയമില്ല. കേസെടുക്കുക എന്ന് പറയുന്നത് തെറ്റ് ചെയ്തതിന്റെ പേരില് നടപടി എടുക്കല് സാധാരണമായിട്ടുള്ളൊരു ഇതാണ്.
അപ്പൊ അതേ ഇവിടെ നടന്നിട്ടുള്ളൂ. ചേട്ടനും അതേ അഭിപ്രായം? നിങ്ങള് രാഷ്ട്രീയത്തിലേക്ക് ഇത് ആദ്യം തന്നെ ആ ഒരു നടിയില്ലായിരുന്നു ആദ്യം കംപ്ലൈന്റ് ചെയ്ത നടി, എന്തായിരുന്നു അവരുടെ പേര് എനിക്കിപ്പം മറന്നുപോയി. ആ നടി അവര് കോൺഗ്രസ്സുകാരിയാണ്. ഇപ്പം വി.ഡി. സതീശൻ തന്നെ പറഞ്ഞ എന്റെ മകൾക്ക് തുല്യാണെന്നാ പറഞ്ഞോളൂ അല്ലെ. അതൊക്കെ ഇവിടെ ഇപ്പം തന്നെ ഇതിലൊന്നും ഒരു CPM-കാരോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരോ ഒരു കംപ്ലൈന്റ് രാഹുലിനെതിരായിട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പറയാം. ഇത് മുഴുവൻ ചെയ്തത് പിന്നെ കോൺഗ്രസ്സുകാർ തന്നെയാണ് കംപ്ലൈന്റ് ചെയ്തത്. ഇയാൾ ഒരു MLA കൂടിയാണ്, മനസ്സിലായില്ലേ. അപ്പൊ അയാള് രാജിവെക്കാണ് ചെയ്യേണ്ടത്. അയാളെ ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്നത് സസ്പെൻഡ് ചെയ്തു, ഒരു പുറത്താക്കി എന്ന് പറയുന്നത്. ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്നത് അയാൾ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. മണികണ്ഠൻ അതാണ് പറഞ്ഞത്. MP ശ്രീകണ്ഠൻ MP പറയുന്നത് അങ്ങനെയാണ്. മുരളി ഓരോരുത്തർക്കും ഇവർക്ക് തന്നെ ഒരു അഭിപ്രായമില്ല. കോൺഗ്രസ് ശിഥിലായി പോയി. അതാ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസ് കഴിഞ്ഞിട്ടുണ്ട്. ഒരാളെ പേരിൽ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്ത ഒരു പാർട്ടി മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് പുറത്തെ ആൾക്കാര് എന്തൊക്കെ പറയണേ, ഒരാള് പറഞ്ഞാൽ മറ്റൊരു കുടുംബം പുറത്തു വിടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേടിപ്പിക്കുകയാണ്, ഭീഷണി. അതേക്ക് അങ്ങനെ ഒരു പാർട്ടി ആണെങ്കിൽ ശരിക്കും പറയണേ എന്റെ പേരിൽ ആക്ഷൻ എടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടില്ല. അത് ജനങ്ങളൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ഉദാഹരണം ഞാൻ വേറെ ഒന്നും കൂടെ പറഞ്ഞുതരാം. ശശി തരൂര് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ശശി തരൂരിന് അറിയില്ലേ ഇതൊരു ഫാമിലി ബേസ്ഡ്, പിന്നെ ഇവരെ നെഹ്റു ഫാമിലിന്റെ പ്രധാന കുത്തകായിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ അയാള് BJPക്ക് അനുകൂലമായിട്ടാണ് എല്ലാ അവസ്ഥയും നടത്തുന്നത്. ഒരു ആക്ഷൻ എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്, ശിഥിലായി പോയി ഈ പാർട്ടി. അവിടെയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് പറയാം, ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി മുമ്പത്തി പറഞ്ഞാ നടപടിയെടുക്കണമെന്നാ. അത് അയാൾ CPM പാർട്ടി ഒന്നുമല്ല. ഇന്നലെ പറഞ്ഞിട്ടില്ല, ഞാൻ എന്നിട്ട് നടപടിയെടുക്കണമെന്നാ. അപ്പൊ ഇത് രാഷ്ട്രീയം ഒന്നുമില്ല. ഞാൻ നടപടിയെടുക്കാൻ ചെയ്തു, തെറ്റ് എടുക്കണം. ഇപ്പൊ പാലക്കാട് റൗണ്ട് അടിക്കുമോ, ഞാൻ ചെയ്തില്ലാണ്ട്. ഇപ്പൊ ഇതിനോട് പോയി മുങ്ങി, അഡ്രസ് ഇല്ല, തെറ്റ് ചെയ്യാത്ത വരണ്ട കണ്ട് ഞാൻ ചെയ്തില്ല. എന്റെ അറസ്റ്റ് ചെയ്ത് നമുക്ക് കോടതി അത് അറിയില്ല, മുങ്ങി തെറ്റ് ചെയ്തിരിക്കുന്ന. ഇത് രാഷ്ട്രീയമൊന്നും ഇല്ല കേട്ടോ. CPM-മാരെ കംപ്ലൈന്റ് ചെയ്യൂല. ഇത് 4 കേസിൽ കംപ്ലൈന്റ് ചെയ്യാൻ നിൽക്കുക. ഇതിൽ സാഫിയുടെ പങ്കുണ്ടില്ലേ? അതാണ് സാഫിയ ഉണ്ടാക്കണേ. വിഷയത്തില് സംസാരിക്കുകയാണെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് അവസാനിക്കേണ്ട ഒരു വിഷയമായി. അപ്പൊ അവരുടെ ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ് ഇത് ഇത്രയും വഷളാവാനുള്ള കാരണം. പിന്നെ മാങ്കൂട്ടത്തില് ഇത്ര ധൃതി പിടിച്ച് പ്രചരണത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. എല്ലാം സൈലന്റ് ആയിട്ടിരുന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ വിഷയങ്ങൾ തീർത്തിട്ട് വേണ്ടിയിരുന്നു ഈ ഇപ്പോഴത്തെ പ്രചരണ പരിപാടിയിലെല്ലാം പോകേണ്ടത്. അത് അവസാനിക്കുമായിരുന്നു. കാരണം അദ്ദേഹം കുറച്ച് ധൃതി പിടിച്ച് മുന്നോട്ട് ഓടിയതാണ് ഇത് ഇത്രയും വഷളാവാൻ കാരണം. ഇപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും പൊന്തിയത് കാരണം സ്വർണ്ണപ്പാളി വിവാദം മറക്കാനാണ്. അത് ഉറപ്പാണ്. ആ ഒരു വിഷയത്തില് യാതൊരു മാറ്റവും ഇല്ല. കാരണം ഇപ്പോഴത്തെ CPM-ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന CPM-ന്റെ മുതിർന്ന 4 നേതാക്കന്മാരാണ് എതിരില്ലാതെ ജയിലിലേക്ക് പോയിരിക്കുന്നത്. അത് മറക്കാൻ ജനങ്ങളുടെ ഇടയിലേക്കാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നത്. അതില് മാങ്കൂട്ടത്തില് ധൃതി പിടിച്ച ഓട്ടത്തില് ഇത് വലിയൊരു വിഷയമായി തീർന്നുള്ളൂ.